ഹല്ലേലൂയ. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 15-ാം തിരുലിഖിതം. സമയം പൂർത്തിയായി, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുവിൻ എന്നരുളി ചെയ്ത യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ നിങ്ങൾക്കേവർക്കും കൃപയും സമാധാനവും. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്നത് നിർമതത്വം ഉപേക്ഷിക്കുക എന്നതിനെക്കുറിച്ചാണ്. തീത്തോസിന് എഴുതിയ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 11-12 തിരുലിഖിതങ്ങൾ എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. നിർമതത്വവും ലൗകിക മോഹങ്ങളും ഉപേക്ഷിക്കാനും ഈ ലോകത്തിൽ ദൈവഭക്തിയും നീതിനിഷ്ഠയും സമചിത്തതയുമുള്ള ഒരു ജീവിതം നയിക്കാനും ഇത് നമ്മെ പരിശീലിപ്പിക്കുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ലോകത്തിൻ്റെ നാനാദേശങ്ങളിൽ ഇതാ ദൈവവചനത്തിന് വേണ്ടി അവിടുന്ന് നമ്മെ ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്. വിശുദ്ധ ലിഖിതം 147-ാം സങ്കീർത്തനത്തിൽ 15-ാം തിരുലിഖിതത്തിൽ പഠിപ്പിക്കുന്നു, അവിടുന്ന് ഭൂമിയിലേക്ക് തൻ്റെ കൽപ്പനകൾ അയക്കുന്നു. കർത്താവിൻ്റെ വചനം പാഞ്ഞു വരുന്നു. ഈ വചനം അനേകരിൽ സൗഖ്യമായി, അത്ഭുതങ്ങളായി, വിടുതലായി, അടയാളങ്ങളായി രൂപാന്തരപ്പെടുന്നു. ഒരു കുടുംബത്തിൻ്റെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഇത് കോട്ടയം ജില്ലയിലുള്ള വടവാതൂർ എന്ന ദേശത്ത് നിന്ന് എഴുതുന്നതാണ്. ഞങ്ങളുടെ മോൻ ആൽഫിൻ പീറ്റർ പനി കൂടി അങ്ങേയറ്റത്തെ സ്ഥിതിയിലെത്തി. നേരത്തെ അവന് പനി കൂടി ഫിറ്റ്സ് വന്നിട്ടുള്ളതാണ്. സെപ്റ്റംബർ മാസം 5-ാം തീയതി അവൻ്റെ പനി 109 ഡിഗ്രിയായി ഉയർന്നു. അവന് ട്രീറ്റ്മെൻ്റ് എടുത്തു, മരുന്ന് കൊടുത്തു, ഇഞ്ചക്ഷൻ ചെയ്തു. അവൻ്റെ പനി കുറയുന്നില്ല. 5-ാം തീയതി രാത്രി 8:30 ഷാലോം ചാനലിലൂടെ അഭിഷേകാഗ്നി എന്ന വചന ശുശ്രൂഷ രോഗികൾ കിടക്കുന്ന ഭാഗത്തിരുന്ന് ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ സമയത്ത് കുഞ്ഞിൻ്റെ പനി കുറയാൻ വേണ്ടി അച്ഛൻ പറഞ്ഞതനുസരിച്ച് ഇപ്പോൾ മാതാപിതാക്കന്മാർ അടുത്തുണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ശിരസിൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുമെന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞിൻ്റെ അസുഖം സമർപ്പിച്ച് ശിരസിൽ കൈകൾ വെച്ച് കുഞ്ഞിൻ്റെ സൗഖ്യത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, ഈ വചന ശുശ്രൂഷ കഴിഞ്ഞ് ആരാധനയും കഴിഞ്ഞ് ഞങ്ങൾ എഴുന്നേറ്റ് കുഞ്ഞിൻ്റെ പനി പരിശോധിച്ചപ്പോൾ 109 ഡിഗ്രി ഉണ്ടായിരുന്ന പനി കുറഞ്ഞ് 90 ഡിഗ്രി ആയിരിക്കുന്ന കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. വീണ്ടും ഞങ്ങൾ രാത്രി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ കുഞ്ഞിൻ്റെ ശരീരത്തിൻ്റെ സ്ഥിതി നോർമൽ സ്ഥിതിയാവുകയും അവനെ വീട്ടിലേക്ക് ഞങ്ങൾ കൊണ്ടുവരികയും ചെയ്തു. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം ശരീരത്തിന് ഔഷധമാണ്. ഇറ്റ് ഈസ് മെഡിസിനൽ ടു ഓൾ യുവർ ഹെൽത്ത്. നിങ്ങളുടെ മുഴുവൻ ശരീരത്തിനും വചനം ഔഷധമാണ്. ഈ നിമിഷങ്ങളിൽ കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ, കഠിനമായ രോഗത്തിൻ്റെ ബന്ധനത്തിൽ വേദനിക്കുന്നവർ, കഠിനമായ മാരക പീഡകളിൽ നിന്ന് ശരീരത്തിൽ വേദന സഹിച്ചുകൊണ്ടിരിക്കുന്നവർ, വചനത്തിൻ്റെ അത്ഭുത ശക്തിയാൽ ഇപ്പോൾ തന്നെ കെട്ടുകൾ അഴിഞ്ഞ് വിടുതൽ പ്രാപിക്കാൻ ഇടവരുത്തണമേ. അത്ഭുതങ്ങൾ കുടുംബങ്ങളിൽ ശരീരങ്ങളിൽ സംഭവിക്കട്ടെ, വിടുതലുകൾ സംഭവിക്കട്ടെ. മാറാ രോഗങ്ങൾ യേശുനാമത്തിൽ വിട്ടുമാറിപ്പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിർമതത്വം ഉപേക്ഷിക്കുക. അനേകരുടെ ജീവിതത്തിൽ
സാത്താൻ വളരെ കൗശലപൂർവ്വം വിതയ്ക്കുന്ന ഒരു വിത്തുണ്ട്. ധ്യാനം കൂടി ദൈവവചനം കേട്ട് എല്ലാ കാര്യങ്ങളും ഹൃദയത്തിലേക്ക് അവർ സ്വീകരിക്കും. പക്ഷേ അവർ ഒറ്റയ്ക്കിരിക്കുമ്പോൾ അല്ലെങ്കിൽ ധ്യാനം കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ജീവിത ക്ലേശങ്ങളുണ്ടാകുമ്പോൾ അവർ ചിന്തിക്കുകയാണ്, ഇതൊക്കെ പാലിക്കാൻ ആരെ കൊണ്ട് പറ്റും? ഇതൊക്കെ മുഴുവനും നോക്കി ജീവിക്കാൻ ആരെ കൊണ്ട് പറ്റും? ധ്യാനം നല്ലതാണ്, വചനം നല്ലതാണ്, പ്രാർത്ഥന നല്ലതാണ്, ദൈവം എല്ലാം നല്ലതാണ്. പക്ഷേ ഞാൻ ഈ അല്പപ്രാണി, ഈ ഒരു ചെറിയവൻ, ഈ ഒരു നിസ്സാരൻ, ഞാൻ നോക്കിയാൽ എന്താവും? ഞാൻ കൂട്ടിയാൽ കൂടുവോ? ഇത് വലിയ ലോകം, ഈ ലോകം മുഴുവൻ തിന്മ നിറഞ്ഞിരിക്കുന്നു, എല്ലാവരും പാപത്തിലേക്ക് കുതിക്കുന്നു, എല്ലാവരും ചതിയന്മാർ. അതിനിടെ ഞാൻ ഒരാൾ മാത്രം ദൈവവചനം അനുസരിച്ച് ദൈവത്തെ അന്വേഷിച്ച് അങ്ങനെ വിശുദ്ധി ജീവിക്കാൻ നോക്കിയാൽ നടക്കുമോ? ഇതൊന്നും നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞിതാ കുളിച്ച പന്നി വീണ്ടും ചെളിയിലേക്ക് ചാടുന്നു. ഇതിനെക്കുറിച്ച് പ്രഭാഷകന്റെ ഗ്രന്ഥത്തിൽ വളരെ വേദനയോടെ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നുണ്ട്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 16-ാം അധ്യായം 17 മുതലുള്ള തിരുലിഖിതങ്ങൾ. ഇങ്ങനെ നീ പറയരുത്, ഞാൻ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കും, ഉന്നതത്തിൽ ആരെന്നെ ഓർക്കും? അനേകം ആളുകളുടെ ഇടയിൽ ഞാൻ ഒരാൾ ശ്രദ്ധിക്കപ്പെടുകയില്ല. നിസ്സീമമായ ഈ സൃഷ്ടികളുടെ ഇടയിൽ ഞാൻ ആരാണ്? ഈ കൊടാനുകൂടി മനുഷ്യരുടെ ഇടയിൽ ഞാൻ എന്താ? ഞാൻ ഒരു കുഞ്ഞു മനുഷ്യൻ, ഈ മൂലയിൽ ഒരു കുഞ്ഞു നുണ പറഞ്ഞാൽ അതിപ്പോൾ ആരെങ്കിലും അറിയാൻ പോകണം? അതൊക്കെ ദൈവത്തെ ബാധിക്കുമോ? അതൊക്കെ സ്വർഗം അറിയോ? ഇതൊക്കെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമുണ്ടോ? ഞാനിവിടെ ഇങ്ങറ്റത്ത് ഈ മൂലയിൽ ഈ ലോകത്തിൻ്റെ കോണിൽ, ഈ വീട്ടിൽ ഈ മൂലയിൽ ഇന്ന് ആരും കാണാതെ ഒരു ചെറിയ ഒരു കുശുമ്പ് ചിന്തിച്ച്, ഒരു വിരോധം ചിന്തിച്ച്, അല്ലെങ്കിൽ ഒരു അശുദ്ധി ചിന്തിച്ച്, അല്ലെങ്കിൽ ഒരു ദുഷ്ടത വിചാരിച്ച്, ഒരു ക്രൂരത ചിന്തിച്ച്, ഒരു വെറുപ്പ് ചിന്തിച്ച്, ഇതെല്ലാം ആരറിയാൻ പോണ്? ഇതൊന്നും ദൈവമൊന്നും കണക്കാക്കൊന്നുമില്ല. ദൈവം വലിയ ആള്, ലോകം മുഴുവനും വലിയ വിപുലമായ സംവിധാനം, അതിനിടയ്ക്ക് ഒരു കുഞ്ഞു മനുഷ്യൻ, ഞാൻ എന്താ? ഒന്നുമില്ല. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന കാര്യമൊന്നും ദൈവം കാണുന്നുണ്ടായിരിക്കുകയില്ല. ചിന്തിക്കുകയാണ് പലരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വചനം പഠിപ്പിക്കുകയാണ്, നീ ഇങ്ങനെ ചിന്തിക്കരുത്, നീ ഇങ്ങനെ പറയരുത്. ഞാൻ കർത്താവിൽ നിന്ന് മറഞ്ഞിരിക്കും, ഉന്നതത്തിൽ ആരെന്നെ ഓർക്കും? അനേകം ആളുകളുടെ ഇടയിൽ ഞാൻ ഒരുവനൊന്നും ശ്രദ്ധിക്കപ്പെടുകയില്ല എന്ന് നീ പറയരുത്. മകനേ, മകളെ, നീ ഒരു കാര്യം ഓർക്കണം. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവിൻ്റെ സന്ദർശന ദിനമുണ്ട്. അന്ന് സ്വർഗവും സ്വർഗാദി സ്വർഗങ്ങളും ഞെട്ടിവിറയ്ക്കുന്ന മണിക്കൂറാണത്. ബൈബിൾ പ്രഭാഷകന്റെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 18-ാം തിരുവചനത്തിൽ പഠിപ്പിക്കുകയാണ്, സ്വർഗവും സ്വർഗാദി സ്വർഗവും ആഴവും ഭൂമിയും അവിടുത്തെ സന്ദർശനത്തിൽ വിറകൊള്ളും. ഒരു സൃഷ്ടിയും അവിടുത്തെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നില്ല. സകലതും അനാവൃതവും വ്യക്തവുമാണ് എന്ന് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി ദൈവമക്കളെ പഠിപ്പിക്കുന്നുണ്ട്. ഹെബ്രായ ലേഖനത്തിൽ 4-ാം അധ്യായത്തിൽ 13-ാം തിരുലിഖിതം, ഒരു സൃഷ്ടിയും അവൻ്റെ മുമ്പിൽ മറഞ്ഞിരിക്കുന്നില്ല, എല്ലാം അനാവൃതവും വ്യക്തവുമാണ്. നാം കണക്ക് ബോധിപ്പിക്കേണ്ടതും അവൻ്റെ സന്നിധിയിൽ തന്നെ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് എൻ്റെ പ്രിയ മക്കളെ, കർത്താവിൻ്റെ വചനത്തെ ആസ്പദമാക്കി ഞാൻ നിങ്ങളോട് അപേക്ഷിക്കുകയാണ്, ദൈവിക കാര്യങ്ങളെ ലാഘവ ബുദ്ധിയോടെ കണക്കാക്കരുത്. ഇതൊന്നും കുഴപ്പമില്ല, ഇതൊന്നും സാരമില്ല, അല്ലെങ്കിൽ പിന്നെ ആകട്ടെ, അങ്ങനെ ചിന്തിക്കരുത്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 22-ഉം 23-ഉം തിരുലിഖിതങ്ങൾ, അവിടുത്തെ നീതിയുക്തമായ പ്രവൃത്തികൾ ആര് പ്രഘോഷിക്കും? ആരവയ്ക്ക് വേണ്ടി കാത്തിരിക്കും? പ്രതിഫലത്തിൻ്റെ ദിനം വിദൂരത്താണ്. ഇത് മറ്റു ചിലരുടെ പിടയാണ്. ദൈവം ഇപ്പോൾ ഒന്നും വരികയൊന്നുമില്ല. ഞാനിപ്പോൾ ഇവിടെ തോന്നിയാസം ചെയ്തെന്ന് വിചാരിച്ച് പെട്ടെന്ന് ഇടിപിടി എന്ന് പറഞ്ഞ് നാളെ ഇപ്പം അതിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാകാൻ പോണില്ല. അതൊക്കെ പതുക്കെ, അതൊക്കെ പിന്നെ, അത് അന്ന് നോക്കാം. അങ്ങനെ ഒരുപാട് വ്യക്തികളെ സാത്താൻ വഞ്ചിക്കുകയാണ്. അവർ ചിന്തിക്കുകയാണ്, പ്രതിഫലത്തിൻ്റെ ദിനം വളരെ വിദൂരത്താണ്. അതുണ്ടോ ഇല്ലയോ എന്ന് ആർക്കറിയാം? സ്വർഗമുണ്ടോ ആർക്കറിയാം? നരകമുണ്ടോ ആർക്കറിയാം?
മരണത്തിന് ശേഷം എന്താണെന്ന് ആർക്കറിയാം? സ്വർഗത്തിൽ പോയ ആരെങ്കിലും തിരിച്ചു വന്നിട്ടുണ്ടോ? ഇങ്ങനെ പറഞ്ഞ് നിത്യസത്യങ്ങളെ കുറിച്ചുള്ള സംഗതികളുടെ മുമ്പിൽ പല ആളുകളും പിള്ള കളിക്കുകയാണ്. പ്രിയ മകനെ, മകളെ, നീ കുട്ടിക്കളി കളിക്കരുത്. ഇത് നിന്റെ ആത്മാവിന്റെ നിത്യതയെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 23-ാം തിരുലിഖിതത്തിൽ പഠിപ്പിക്കുകയാണ്, ഇങ്ങനെയാണ് വിവേകശൂന്യൻ വിചാരിക്കുന്നത്, ബുദ്ധിശൂന്യൻ മൂഢമായി ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഈ ചിന്ത മൂഢചിന്തയാണ്. ഈ ചിന്ത വിവേകരഹിതമായ ചിന്തയാണ്. പ്രഭാഷകന്റെ പുസ്തകത്തിൽ 16-ാം അധ്യായത്തിൽ 19-ഉം 20-ഉം തിരുലിഖിതങ്ങൾ, അവിടുത്തെ നോട്ടത്തിൽ പർവ്വതങ്ങളും ഭൂമിയുടെ അടിസ്ഥാനങ്ങളും കുലുങ്ങും. ഇതേപ്പറ്റി ആരും ധ്യാനിക്കുന്നില്ല. അവിടുത്തെ മാർഗങ്ങളെപ്പറ്റി ആരും ചിന്തിക്കുന്നില്ല. മനുഷ്യദൃഷ്ടിക്ക് അഗോചരമായ കൊടുങ്കാറ്റ് പോലെ അവിടുത്തെ മിക്ക പ്രവൃത്തികളും മറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് മനുഷ്യൻ എന്താ ചിന്തിക്കുന്നത്? അവൻ വചനം കേൾക്കുന്നു, പ്രാർത്ഥന കേൾക്കുന്നു, കൂദാശകൾക്ക് പോകുന്നു, ദേവാലയങ്ങളിൽ പോകുന്നു, കാര്യങ്ങൾ കാണുന്നു, കേൾക്കുന്നു. അവൻ ചിന്തിക്കുകയാണ്, ഇപ്പോൾ എനിക്ക് സമയമില്ല, പിന്നെ ആകട്ടെ, നാളെ ആകട്ടെ, ഇതിലെന്തൊക്കെയോ കാര്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്, പക്ഷേ അതിനെക്കുറിച്ച് ചിന്തിക്കാൻ ഇപ്പോൾ പറ്റുകയില്ല, പിന്നീട് ഒരിക്കൽ ചിന്തിക്കാം. ഇതാണ് ലാഘവ ബുദ്ധി, ഇതാണ് നിർമതത്വം, ഇതാണ് നിർമതത്വം. ഇപ്പോൾ എനിക്ക് സമയമില്ല, ഇപ്പോൾ എനിക്ക് ലോകകാര്യങ്ങൾ, ഇപ്പോൾ എനിക്ക് എൻ്റേതായ കാര്യങ്ങൾ, പിന്നീടാകട്ടെ ദൈവത്തിൻ്റെ കാര്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തനത്തിൽ ഇങ്ങനെ നിർമതത്വത്തിൻ്റെ ആത്മാവ് ബന്ധിച്ച ഒരു മനുഷ്യനെ കാണാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തനം 24-ാമത്തെ അധ്യായത്തിലാണ് കാണുന്നത്. അദ്ദേഹത്തിൻ്റെ പേരാണ് ഫെലിക്സ്. ഫെലിക്സ് ആരാണ് ഈ ഫെലിക്സ്? വിശുദ്ധ പൗലോസ് ശ്ലീഹായെ ബന്ധനസ്ഥനായി ഇതാ റോമ രാജ്യത്തേക്ക് സീസറിൻ്റെ പക്കലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് പല ആളുകളുടെ വിചാരണയ്ക്ക് ശേഷമാണ് സീസറിൻ്റെ അടുത്തേക്ക് റോമയിലേക്ക് കൊണ്ടുപോകുന്നത്. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് വിചാരണ ചെയ്യാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഒരു ദേശാധിപതിയുടെ പേരാണ് ഫെലിക്സ്. അപ്പോസ്തല പ്രവർത്തനത്തിൽ 24-ാം അധ്യായത്തിൽ 24-25 വാക്യങ്ങളിൽ ഫെലിക്സിനും ഭാര്യയ്ക്കും പൗലോസ് ശ്ലീഹായിൽ നിന്ന് യേശുക്രിസ്തുവിനെ കുറിച്ചും യേശുക്രിസ്തുവിൻ്റെ രാജ്യത്തെക്കുറിച്ചും കേൾക്കാൻ ഭാഗ്യമുണ്ടായി. പക്ഷേ അവൻ്റെ പ്രതികരണം എന്തായിരുന്നു? ആ വചനം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഫെലിക്സ് യഹൂദയായ ഭാര്യ ദൃസില്ലായോടൊപ്പം വന്ന് പൗലോസിനെ വിളിപ്പിച്ച് യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്തെക്കുറിച്ച് അവനിൽ നിന്ന് നേരിട്ട് കേട്ടു. അവൻ നീതിയെക്കുറിച്ചും ആത്മനിയന്ത്രണത്തെക്കുറിച്ചും വരാനിരിക്കുന്ന ന്യായവിധിയെക്കുറിച്ചും സംസാരിച്ചപ്പോൾ ഫെലിക്സ് ഭയപ്പെട്ട് ഇങ്ങനെ പറഞ്ഞു, തൽക്കാലം നീ പോയിക്കൊള്ളുക, ഇനി സമയമുള്ളപ്പോൾ മറ്റൊരവസരത്തിൽ ഞാൻ നിന്നെ വിളിപ്പിച്ചു കൊള്ളാം. നോക്കുക, സ്വർഗം വന്ന് ദൈവാത്മാവ് വന്ന് ഇവനെ നിത്യരക്ഷയിലേക്ക് മാടി വിളിക്കുകയാണ്. അപ്പോൾ ഇവൻ്റെ ചിന്ത എന്താ? തൽക്കാലം നീ ഇപ്പോൾ പോയിക്കൊള്ളുക, ഞാൻ പിന്നീട് ഒരിക്കൽ കേട്ടുകൊള്ളാം, ഞാൻ പിന്നീട് ഒരിക്കൽ മനസ്സിലാക്കിക്കൊള്ളാം. ഇപ്പോഴത്തെ ഇപ്പം ഇതൊന്നും സ്വീകരിക്കാൻ പറ്റിയ അന്തരീക്ഷമല്ല. എൻ്റെ കുടുംബത്തിലെ ചില കാര്യങ്ങൾ ശരിയാക്കാനുണ്ട്, എനിക്ക് ചില നേട്ടങ്ങൾ നേടാനുണ്ട്, എൻ്റെ കസേര ഉറപ്പിക്കാനുണ്ട്, എൻ്റെ മക്കളുടെ കല്യാണങ്ങൾ നടത്താനുണ്ട്, എനിക്ക് പലതും ചെയ്യാൻ. അതെല്ലാം കഴിഞ്ഞിട്ട് സമയമാകുമ്പോൾ ഞാൻ പിന്നെ നിൻ്റെ ഇത് കേട്ടോളാം. ഇതാ നിർമതത്വവും ലൗകിക മോഹങ്ങളും നിമിത്തം അവന് ദൈവത്തിൻ്റെ കൃപയുടെ സ്പർശനം അനുഭവിക്കാൻ സാധിക്കാതെ പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം ഹെബ്രായ ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ 1 മുതൽ 4 വരെയുള്ള വചനങ്ങളിൽ വെളിപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ദൈവത്തിൻ്റെ കൃപ നമ്മൾ വിളിക്കുമ്പോൾ തന്നിഷ്ടപ്രകാരം എനിക്ക് നിങ്ങൾക്കത് ഉപേക്ഷിക്കാൻ അനുവാദമുണ്ടോ? ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ, നാം കേട്ടിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു പോകാതിരിക്കാൻ അവയിൽ കൂടുതൽ ശ്രദ്ധിക്കുക ആവശ്യമാണ്. ദൂതന്മാർ പറഞ്ഞ വാക്കുകൾ സത്യമാവുകയും അനുസരണമില്ലായ്മയ്ക്കും നിയമലംഘനത്തിനുമുള്ള ശിക്ഷ അവർ അനുഭവിക്കുകയും ചെയ്തെങ്കിൽ ഇത്ര മഹത്തായ രക്ഷയെ അവഗണിക്കുന്ന നാം ശിക്ഷയിൽ നിന്ന് എങ്ങനെ ഒഴിവാക്കപ്പെടും? ആരംഭത്തിൽ കർത്താവ് തന്നെയാണ് അത് പ്രഖ്യാപിച്ചത്. അവിടുത്തെ വാക്ക് ശ്രവിച്ചവർ നമുക്കത് സ്ഥിരീകരിച്ചു തന്നു. അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, ശക്തമായ പലവിധത്തിലുള്ള പ്രവൃത്തികൾ എന്നിവ കൊണ്ട് തൻ്റെ ഇഷ്ടത്തിനൊത്ത് പരിശുദ്ധാത്മാവിനെ ദാനം ചെയ്തുകൊണ്ടും ദൈവം തന്നെ ഇതിന് സാക്ഷി നൽകിയിരിക്കുന്നു. വീണ്ടും ഹെബ്രായ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 25-ാം തിരുലിഖിതത്തിൽ ഇതാ ഒരു ശക്തമായ താക്കീത് നമുക്കായി നൽകപ്പെട്ടിരിക്കുകയാണ്. വചനം പഠിപ്പിക്കുകയാണ്,
സംസാരിച്ചു കൊണ്ടിരിക്കുന്നവനെ നിരസിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഭൂമിയിൽ തങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയവനെ നിരസിച്ചവർ രക്ഷപ്പെട്ടില്ലെങ്കിൽ സ്വർഗത്തിൽ നിന്ന് നമ്മോട് സംസാരിച്ചവനെ നാം തിരസ്കരിച്ചാൽ രക്ഷപ്പെടുക കൂടുതൽ പ്രയാസമാണ്. ആരാണ് സ്വർഗത്തിൽ സംസാരിച്ചത്? രക്ഷകനായ യേശു ക്രിസ്തു. വീണ്ടും അപ്പോസ്തലന്മാരുടെ കാലഘട്ടത്തിൽ സ്ത്രീകന്മാരിലൂടെ പരിശുദ്ധാത്മാവ് നേരിട്ട് സംസാരിച്ചു. ഇന്ന് സുവിശേഷ പ്രഘോഷകരിലൂടെ, തിരുസഭയിലൂടെ ഇന്ന് സ്വർഗം നമ്മളോട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ എനിക്ക് നിങ്ങൾക്കും ഇന്ന് സുവിശേഷ പ്രഘോഷകരെ കുറിച്ചുള്ള ചിന്ത എന്താ? ഹോസിയ പ്രവചനത്തിൽ 9-ാം അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം, നിന്റെ വലിയ അപരാധവും വിദ്വേഷവും നിമിത്തം പ്രവാചകൻ നിങ്ങൾക്ക് വിഡ്ഢിയായി, ആത്മാവിനാൽ പ്രചോദിതനായവൻ ഭ്രാന്തനായി. എൻ്റെ ദൈവത്തിൻ്റെ ജനമായ എഫ്രായിമിൻ്റെ കാവൽക്കാരനാണ് പ്രവാചകൻ. എഴുന്നേറ്റ് നമുക്ക് പ്രാർത്ഥിക്കാം. നിസ്സാരവൽക്കരണം, നിർമതത്വം, ലൗകിക മോഹങ്ങളുടെ അതിപ്രസരം ഇവ നിമിത്തം ഇന്ന് നമ്മുടെ ഉള്ളിൽ കടന്ന് നമ്മുടെ ആത്മാവ് ഞെരുങ്ങുകയാണ്. മാൻപേട നീർത്തോടിനു വേണ്ടി ദാഹിക്കുന്നത് പോലെ ഉള്ളിൻ്റെ ഉള്ളിൽ കടന്ന ആത്മാവ് ദൈവത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് ദാഹിക്കുകയാണ്. എന്നാൽ നമ്മുടെ മനസ്സിലും ശരീരത്തിലും ജഡത്തിലും കുടികൊള്ളുന്ന ലോകമോഹങ്ങൾ, നിർമതത്വം, ഇതെല്ലാം നിമിത്തം അത് ഞെരുങ്ങുകയാണ്. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. 2 കരങ്ങൾ ഉയർത്തുകയാണ്. ഉറക്കെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ദൈവമേ, സ്വർഗത്തിൽ നിന്നും ഇടിമിന്നൽ പോലെ ദൈവശക്തി ദാസന്മാരുടെ മേൽ, ഈ കുടുംബങ്ങളുടെ മേൽ ഇപ്പോൾ പ്രവഹിച്ചുകൊണ്ടിരിക്കട്ടെ. കാലങ്ങളായി ഇവരുടെ ആത്മീയ ജീവിതം ഞെരുക്കി ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ലോക അരൂപിയെയും അതിൻ്റെ ആധിപത്യങ്ങളെയും യേശുനാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപയുടെ അഭിഷേകം നിറയട്ടെ, കൃപയുടെ അഭിഷേകം നിറയട്ടെ. എല്ലാ മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടി സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്ന ദൈവകൃപയുടെ ഉന്നതമായ അഭിഷേകം, ഒരു ഉണർവ്, സ്പർശനം ഇപ്പോൾ കുടുംബങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. നിർമതത്വം, ലൗകിക മോഹങ്ങൾ, ഇവയുടെ എല്ലാ അതിപ്രസരങ്ങളെയും കർത്താവിനെ നാം ശാസിച്ച് ബഹിഷ്കരിക്കുന്നു. വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ഹല്ലേലൂയ. 119-ാം സങ്കീർത്തനത്തിലെ 26-ാം തിരുലിഖിതം, ഞാൻ എൻ്റെ അവസ്ഥ വിവരിച്ചപ്പോൾ അവിടുന്ന് എനിക്ക് ഉത്തരമരുളി. 2 കരങ്ങളും ദിവ്യരക്ഷിതാവായ യേശുവിലേക്ക് ഉയർത്തി എല്ലാവരും ജീവിതത്തിൻ്റെ എല്ലാ വേദനകളും ദുഃഖങ്ങളും മനസ്സിൽ തളം കെട്ടിക്കിടുന്ന എല്ലാ നൊമ്പരങ്ങളും ദൈവസന്നിധിയിലേക്ക് അർപ്പിച്ച് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നാളുകളായുള്ള എല്ലാ വേദനകളിലേക്ക്, തകർച്ചകളിലേക്ക് ഇറങ്ങി വരണമേ. ആർക്കും ഇടപെടാൻ പറ്റാത്ത വിധമുള്ള സങ്കീർണ പ്രശ്നങ്ങളിലേക്ക് അത്ഭുതകരമായി ഇടപെടണമേ കർത്താവേ. തടസ്സപ്പെടുന്ന ഓരോ തടസ്സങ്ങളും യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ ഇപ്പോൾ കെട്ടുകളഴിഞ്ഞ് വിടുതൽ പ്രാപിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തലമുറകളായുള്ള ബന്ധനങ്ങൾ യേശുനാമത്തിൽ ഛിന്ന ഭിന്നമായി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിവാഹ തടസ്സങ്ങൾ, ജോലി തടസ്സങ്ങൾ, പഠനത്തിനുള്ള തടസ്സങ്ങൾ, കുട്ടികളുടെ സ്വഭാവത്തിനുള്ള തടസ്സങ്ങൾ യേശുനാമത്തിൽ ഇപ്പോൾ വിട്ടുമാറി പോകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി കുടുംബങ്ങളിൽ ഇപ്പോൾ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിച്ചുകൊണ്ടിരിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. യേശുവേ, യേശുവേ. എൻ്റെ വീട് കരികുന്നത്ത് തൊടുപുഴ അടുത്താണ്. എൻ്റെ കൊച്ചിൻ്റെ കാലിൻ്റെ അടിയിൽ മുഴുവൻ ചൊറി പോലെ ഉണ്ടായി, വിണ്ട് കീറി, കാൽപാദത്തിന്റെ അടിഭാഗം മുഴുവൻ വിണ്ട് കീറി വ്രണം പിടിച്ചിരിക്കുന്ന അവസ്ഥയായിരുന്നെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഒത്തിരി സ്ഥലത്ത് പോയി മരുന്ന് വാങ്ങിച്ചു, കുറയാതെ വന്നു.
പിന്നെ ഞങ്ങളോർത്ത് ഇവിടേക്ക് വരാം എന്നോർത്ത്. അപ്പോൾ ഫെബ്രുവരി 27 എന്നോട് കൊച്ചിനെ മരുന്നിന് കൊണ്ടുപോകാൻ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇവിടെ വന്നിട്ട് ഇനി മരുന്നിന് പോകണുള്ളൂ എന്ന് പറഞ്ഞു. കൊച്ചും പറഞ്ഞു ഞാൻ പോകണില്ല അച്ചാച്ച മരുന്നിന്, ഇവിടെ വന്നിട്ട് ഇനി ഞാൻ മരുന്നിന് പോകണുള്ളൂ. നല്ലൊരു കൃപയുള്ള കൊച്ചാണ്. കൊച്ച് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇവിടെ വന്നു. അപ്പോൾ മരുന്ന് വാങ്ങിച്ച് കഴിയുമ്പോൾ കൊച്ചിന് അരമണിക്കൂർ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ട് മുക്കി വെക്കണം. അത് കഴിഞ്ഞ് ഒരു ഓയിൽമെൻറ്റ് പറ്റണം. അപ്പോൾ കാലിൻ്റെ മുകളിൽ മുഴുവൻ കറുത്ത് പാട് പോലെ വന്നിരുന്നു. കഴിഞ്ഞ് ഇവിടെ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഇവിടുത്തെ എണ്ണ കൊണ്ടുവന്ന് വെഞ്ചിരിച്ച് വീട്ടിൽ കൊണ്ടു ചെന്ന് കഴിഞ്ഞിട്ട് അത് പരട്ടി കഴിഞ്ഞപ്പോൾ കാലിൻ്റെ പാടും പോയി, കാലിൻ്റെ അടിയിലെല്ലാം സുഖമായി. ഇപ്പം ശരിക്കും പുതിയ തൊലി പോലെ നല്ല ക്ലിയർ, സാധാരണ കുട്ടികളുടെ പോലെ നല്ല ഒരു സ്കിൻ കൊടുത്ത് കർത്താവ് അനുഗ്രഹിച്ചു. പിന്നെ സോപ്പ് ഉപയോഗിക്കാൻ പാണ്ടായിരുന്നില്ല. ഏത് സോപ്പ് ഉപയോഗിച്ചാലും മേല് മുഴുവൻ തടിച്ച് തണർത്ത് കൊണ്ട് അങ്ങനെ ആയിരുന്നു. ഇപ്പം ഇവിടെ വന്ന് ഈ ധ്യാനം കൂടിയ പിന്നെ എല്ലാ സോപ്പ് ഉപയോഗിക്കുന്നതിന് ഒരു കുഴപ്പമില്ല. കൊച്ചിന് എല്ലാ സൗഖ്യമായി. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നോക്കി ആ കാലുകൾ ഇപ്പം നിങ്ങൾ നോക്കി അറിയാം. സാധാരണ ഒരു കൊച്ചിന് കാല് പോലെ പുതിയ മാർദ്ദവമുള്ള പുതിയ സ്കിൻ കൊടുത്ത് കർത്താവോട് അനുഗ്രഹിച്ച് ഒരു പാട് പോലും ഇല്ല ശരിക്കും. പ്രൈസ് ദി ലോർഡ്. കറുത്ത് പൊറ്റം പിടിച്ചൊരു പ്രത്യേക അവസ്ഥയിൽ കട്ടകെട്ടിയിരുന്ന കാലുകൾ ഇപ്പം നോക്കുക, ഒരു പാടോ വ്രണമോ ഇല്ലാത്ത വിധം, ഒരു പോറൽ പോലും ഇല്ലാത്ത വിധം കർത്താവ് പുതിയ കാല് നൽകി അങ്ങനെ അനുഗ്രഹിച്ചു. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിയടിച്ച് കർത്താവിനെ ആരാധിക്കാം. അത്ഭുതങ്ങൾ ചെയ്യുന്ന അടയാളങ്ങൾ നൽകുന്ന എന്റെ സുനാഥനെ മകത്വം ദൈവത്തിന് സ്തുതികൾക്ക് യോഗ്യനവൻ. അത്ഭുതങ്ങൾ ചെയ്യുന്ന അടയാളങ്ങൾ നൽകുന്ന എന്റെ സുനാഥനെ